to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young. എവിടുന്നാ? എന്റെ പേര് വാസുദേവി. കൈലാസ് സാറ് വരാൻ പറഞ്ഞിരുന്നു. എന്തിനാ വരാൻ പറഞ്ഞു? ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി വന്നതാ. ഈ പെണ്ണുങ്ങൾക്കൊക്കെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും? ചേട്ടൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ? ഞാൻ കണ്ടത് നരസിംഹം. ഓ, അതിനുശേഷം നല്ല സിനിമയൊന്നും വന്നിട്ടില്ല. വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് കേറി ഇരുന്നോട്ടെ. സാറിപ്പോ ഒരു സിനിമയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ കേറി ഇരുന്നാട്ടെ. ദൈവമേ, ആ പ്രൊഡ്യൂസർ പൊട്ടനെ പോലെ ആകായിരുന്നു മതിയായിരുന്നു. അയ്യോ, അതെ, സാറ് വിളിക്കും. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വാസുദേവി. Yes, I know. Please sit down. അല്ല, വീട് എവിടെയാണെന്നാ പറഞ്ഞത്? മാന്നാറ്, ആലപ്പുഴ ജില്ല. മാന്നാർ മത്തായി സ്പീക്കിംഗ്. അവിടെ അല്ലേ ഷൂട്ട് ചെയ്ത്? എനിക്കറിയാം. പേര് മാത്രമേ ഉള്ളൂ. ഷൂട്ട് മുഴുവൻ ആലപ്പുഴ സൈഡായിരുന്നു. മാധവ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകും. ആരല്ലേ ഇപ്പൊ ചായ കുടിച്ചത്? അല്ലെ, ചായ തന്നെ വേണമെന്നില്ല, ജ്യൂസോ എന്തെങ്കിലും കൊണ്ടുപോവാം. അവസാനം ഏടിയായ മൂവി ഏതെന്നാ പറഞ്ഞ? ആവേശം. ഗ്രേറ്റ്. അതില് ഏത് വിങ്ങിനാ വർക്ക് ചെയ്തത്? ആക്ഷൻ കണ്ടിന്യൂറ്റി. വാസുദേവി. എന്താ അങ്ങനെ ഒരു പേരിടാൻ കാരണം? എനി ബിഹൈൻഡ് ദ നെയിം? അച്ഛനും അമ്മയും വീട്ടിലിട്ട പേര് അമ്പിളി എന്നാ. അച്ഛൻ്റെ പേര് വാസുദേവൻ, അമ്മയുടെ പേര് ദേവയാനി. രണ്ടുപേരുടെയും 2 ലെറ്റേഴ്സ് ഞാനങ്ങ് ചുരണ്ടി. അങ്ങനെ ഇൻഡസ്ട്രിയിലെ പേര് വാസുദേവി എന്നാക്കി. ഓ, ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഈസ് പിച്ച് വെൽ? 7 important things about our movie. The first one line order. Second, genre. Third one, plot summary. Fourth one, casting option. Fifth one, location. Sixth one, time duration. And the last one, budget. ആട്ടെ, ദേവിയുടെ കയ്യിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ടോ? സാർ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിനെയാണോ? അങ്ങനെയാണെങ്കിൽ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. സാറ് സ്റ്റോറിയെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഇന്നത്തെ കാലത്ത് സ്റ്റോറി ഒന്നും ഒരു പ്രശ്നമേ അല്ല. ആർട്ടിസ്റ്റ് റെഡിയാണോ? പടം ചെയ്യാൻ പണം റെഡിയാ. സാറ് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത 4 പടം ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ളതായിരുന്നില്ലേ? അതിൽ സാറിന്റെ പ്രോഫിറ്റ് ഷെയർ എത്ര ആയിരുന്നു? ഓ, അതൊക്കെ ഫ്ലോപ്പായി പോയെന്നേ. സാർ ആദ്യം സ്റ്റോറി ഒന്ന് കേൾക്ക്, എന്നിട്ട് അതിൽ ബിസിനസ് ഉണ്ടോ നോക്ക്. ശേഷം നമുക്ക് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യാം. അതെ, അടുത്ത എൻ്റെ പടത്തിന് ഏറെ പ്രതീക്ഷയുള്ളതാണ്. അതിനുവേണ്ടി 2 സംവിധായകർക്ക് 10 ലക്ഷം രൂപ ഇത് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുക. അവർ നല്ല വെറൈറ്റി സ്ക്രിപ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സാറിൻ്റെ സമയത്തിന് ഒരുപാട് വിലയുണ്ടെന്നറിയാം. നിങ്ങളൊരു നോ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷെ സാറിനെ പ്രതീക്ഷിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ട് സാറിനെ കാണാൻ വന്ന എൻ്റെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എൻ്റെ ഡയറക്ടേഴ്സ് ഇല്ലാതെ ഞാൻ ഒരു സംഗതിയും കേൾക്കാൻ തയ്യാറല്ല. സാർ, ഞാൻ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. അവരെ ഒന്ന് വിളിച്ചു നോക്കാൻ പറ്റുമോ? അവർ വളരെ ബിസിയുള്ള ആൾക്കാരാണ്. പെട്ടെന്നൊന്നും വിളിച്ചാൽ അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു പ്രഷറുടെ സ്റ്റോറി അവർ അക്സെപ്റ്റ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. സോ ഡോണ്ട് ഗോ ഫാർ. ഐ ആം സോറി, ഐ ക്യാൻ
quit the meeting. മാധവ, മാധവ, എത്ര നേരമായി ഉണ്ടാക്കാൻ പോയിട്ട്? സാറെ കൊണ്ടുവരുന്നേ. ജ്യൂസ് അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ എന്താ വരുന്നേ? ഒരു മിനിറ്റ്. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇമാരി കളിയൊന്നും സാറ് ചെയ്യില്ല. അതിന് എന്റെ കഥ താൻ കേട്ടോളൂ ചുറ്റ. എന്തോ എനിക്ക് സിനിമയെ കുറിച്ച് എന്ത് തേങ്ങയോട് അറിയാവുന്നത്? തന്നെ അവസാനം പോയ കണ്ട പടം ഞരച്ചിങ്ക. നീ ആരാണോ സംസാരിക്കുന്ന അറിയാവോ? എന്തോ എഡി പൊടി എന്ന് വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ. ഒടിച്ച് നിന്റെ പല്ല് ഞാൻ ഈ തീപ്പോടെ ഉണ്ടാക്കില്ല. നിന്റെ മാത്രമല്ല കേട്ടോ അവൻ്റെ. മര്യാദയ്ക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിയാത്തവനാണ് സിനിമയെക്കുറിച്ച് അലക്കാൻ പറ്റും. മോയി ഗുണാട്ടോ. താൻ കുരയ്ക്കുന്ന സമയത്തും കൊണ്ടേ അയാളോട് പറ നല്ല 2 സിനിമ കാണും, കൂടെ താനും പോയി കാണും. അപ്പോൾ സിനിമ കേട്ടോ പോയിട്ട് വരട്ടെ. മാധവ, അവിടെ അങ്ങ് പോയോ? അവിടെ നിൽക്കാൻ പറ.